ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്ലാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഹൈസക്കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ കുറച്ച് പേർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കേക്കും മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ച് വലിയ ആർഭാടുള്ള പരിപാടിയൊന്നുമില്ല, ഒരു കുഞ്ഞി പരിപാടി. അതായത് ഒരു കേക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നേരെ നമ്മൾ ഉള്ളേരിയുള്ള ഫലൂദയിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷനിൽ ഏതെടുക്കണം, മിഷുബി പറഞ്ഞത് ഓരോ വേറാണ്, നമ്മൾ പറഞ്ഞത് വേറാണ്. അവസാനം നമ്മൾ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള പിസ്താച്ചി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ക്യാപ്പും മേടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ബാക്കി എല്ലാ ആക്സസറീസും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അത്ര വലിയ ഫംഗ്ഷനൊന്നും ഇല്ലാത്തതിനോണ്ട് ഞാൻ ബലൂണൊന്നും ഇല്ലയെന്ന് കരുതിയിട്ടാണ് ഞാൻ മേടിക്കാണ്ട് നിന്നത്. പക്ഷെ പിന്നെ കരുതി ചക്ക ഇന്ന് തന്നെ പോവും, അപ്പോൾ പിന്നെ നമുക്ക് ഓവറായിട്ടുള്ള ഫംഗ്ഷനൊന്നും വേണ്ട, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്കും കട്ട് ചെയ്തിട്ട് ആ സ്വീറ്റ്സൊക്കെ കൊടുത്ത് നമുക്ക് അങ്ങനെ അത് കഴിയാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കളർ ഈ ഒരു ബ്ലൂ ആയതുകൊണ്ട് ഈ ബ്ലൂ കളർ ക്യാപ്പാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈസക്ക് അന്നേരം വെച്ച് നോക്കി എന്നല്ലാതെ അന്നേരം ആൾ ഒക്കെ ആയിട്ട് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ്റെ സമയത്ത് ഹൈസ തലയിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിത് കേക്കൊക്കെ വേഗം അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇതിന് മുൻപേ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട് ഫലൂദയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിഷുബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബർഗർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായക്ക് നിശാക്ക ഇതിന് മുന്നേ വേറെ ഐറ്റംസൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരെ ഇവിടെ പുറത്ത് പോയി വരുമ്പോൾ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ഇനി എന്തായാലും സമയം കളയാനില്ല, വേഗം കേക്കൊക്കെ ആയിട്ട് വീട്ടിലേക്ക് അങ്ങ് പോകാമെന്ന്. അപ്പോൾ അവിടെ നിന്നിട്ട് മൊത്തത്തിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒന്നുകൂടി ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ആ ഒരു ഷോപ്പാണിത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹൈസാക്ക് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷേ ഹൈസക്ക് എന്തോ ഒരു തകരാറ് വന്നതിന് ശേഷം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടീസ് എല്ലാവരും കൂടി ഹൈസനെ വേഗം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്പ് ഈ പറഞ്ഞോണം വെച്ചിട്ടില്ല, അതുകൊണ്ട് മിഷോളാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സമയം. അങ്ങനെ നമ്മുടെ ഇവാച്ചു എല്ലാ കുട്ടീസും ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ രണ്ടുപേരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെത്തില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും കുട്ടികളെ ക്ഷമ പോയിട്ട് ഹൈസൻ്റെയും എല്ലാവരും ക്ഷമയും അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേഗം കേക്കൊക്കെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഹൈസാപ്പൂനെ മാത്രം നിർത്തിയിട്ട് 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കേക്കിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്രണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെമ്മറി ആണല്ലോ. അങ്ങനെ ഇതാ വെച്ചിട്ട് പിന്നെ അതാ നമ്മൾ വേഗം കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും ക്ഷമയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗത നിശാക്ക ഹൈസൻ്റെ കൈ പിടിച്ചിട്ടാട്ടോ ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ഞാനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമുക്കങ്ങനെ ക്യാമറ എന്താ പറയുക വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ഷെർബിനെ ചെറുതായിട്ട് ക്യാമറമാനോൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെർബിനെ നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹൈസ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും സന്തോഷത്തോടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുട്ടീസൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഹൈസാപ്പൂനാണ് കൊടുത്തത്. ബർത്ത്ഡേക്കാരിയാണല്ലോ കഴിക്കേണ്ടത് വെച്ചാൽ. പിന്നെ നിശാക്കാവും കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിഞ്ഞ സമയം റഫാന് കൊടുത്ത കേക്ക് മുഖത്തേക്കാണ് കേട്ടോ ആയിപ്പോയതിന്. പിന്നെ അതൊരു കോമഡി ആയിട്ട് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവാച്ചുവിനൊന്നും തിരികെ ക്ഷമ ഉണ്ടായിരുന്നില്ല. പപ്പിയെ കേക്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിശാക്ക എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബർത്ത്ഡേ ഗേൾ എന്നെ വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞതിനോണ്ട് ഹൈസാപ്പൂനെ മിഷോൾ എടുത്തിട്ടാണ് കേട്ടോ വലിയമ്മച്ചിക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അതും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എത്തിയ ശേഷം എല്ലാ കുട്ടീസിനും ഓരോ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവാച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ചേഞ്ച് ആക്കിയത് തന്നെ, എല്ലാ പ്രാവശ്യവും നമ്മൾ വാൻജോ ആവട്ടെ അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് ആണ് ഇവിടെ പൊതുവേ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം ആ റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടീസിനൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മായിക്കൊക്കെ മാമനും കൂടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. പിന്നെ നിശാക്കാൻ്റെ ഫ്രണ്ടിനും, അതായത് എൻ്റെ ഫ്രണ്ടുമാണ്, എൻ്റെ ഫ്രണ്ടിനും കുട്ടിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും ഭയങ്കര കഴിപ്പായിരുന്നു കേട്ടോ. ആകെ ഉണ്ടായ ഒരു ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നിശാക്കക്ക് 9:30 ബസ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ആ ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, അടുത്ത മാസം വരുമല്ലോ എന്നുള്ള രീതിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ നമ്മൾ പറഞ്ഞ നിശാക്കാൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കേക്കൊക്കെ കൊടുത്ത് പിന്നെ സന്തോഷത്തോടെ ഈ ഒരു പരിപാടി അവിടെ അവസാനിച്ചു. അപ്പോൾ പിന്നെ ഒരു വീഡിയോ